അങ്ങനെ രാജേഷ് മാധവൻ ഡയറക്റ്റ് ചെയ്ത പെണ്ണും പൊറാട്ടും എന്ന് പറയുന്ന സിനിമയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. നമുക്കറിയാം, രാജേഷ് മാധവൻ നമുക്ക് നടൻ എന്ന രീതിയിൽ വളരെ സുപരിചിതനായ ഒരു പുള്ളിയാണ്. പുള്ളിയുടെ ആദ്യത്തെ സംവിധാന സംരംഭമാണ് ഈ പെണ്ണും പൊറാട്ടും എന്ന് പറയുന്ന ഈ സിനിമ. IFK പോലുള്ള ഒരു സ്ക്രീനിങ് ഒക്കെ കഴിഞ്ഞ് തിയേറ്റർ റിലീസായി എത്തിയിരിക്കുകയാണ്. അങ്ങനെ ഈ സിനിമ ഞാൻ കണ്ടു. എനിക്ക് വളരെ ഇഷ്ടമായ ഈ സിനിമ. ഇതൊരു സാങ്കല്പിക ഗ്രാമം, പട്ടട എന്ന് പറയുന്ന ഒരു ഗ്രാമവും അവിടുത്തെ കുറേ വട്ടന്മാരായ നാട്ടുകാരും, ആ നാട്ടുകാർ ഒരു പട്ടി, സുട്ടു എന്ന പേരുള്ള ഒരു പട്ടി പേയിളകി എന്ന് പറഞ്ഞ് ഓട്ടിക്കുന്നതിലാണ് സിനിമ തുടങ്ങുന്നത്. ആ പട്ടിയുടെ പെർസ്പെക്റ്റീവ് നിന്നാണ് ഫസ്റ്റ് സിനിമ പോകുന്നത് തന്നെ. ശരിക്കും സത്യം എന്താന്ന് വെച്ചാൽ നാട്ടുകാർക്കാണ് പേയ്, ഈ നായ്ക്ക് ഒരു കുഴപ്പമില്ല. അങ്ങനെ ഇതില് ഈ കുറെ പേയിളകിയ നാട്ടുകാർ പേയില്ലാത്ത പട്ടിനെ പേയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഓടിക്കുന്നതും, പിന്നീട് വേറെ അവിടെ ഒരു ചാരു എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുണ്ട്, അവളും ഈ നാട്ടുകാർക്ക് ഇരയായി മാറുന്ന ഒരു സീനും കൂടിയുണ്ട്. ഈ പട്ടിയെയും അവളെയും ഒരുപോലെ തന്നെ ഈ നാട്ടുകാർ വേട്ടയാടുന്നതൊക്കെയാണ് ഈ സിനിമ പറയുന്നത്. ആക്ച്വലി എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ വളരെ റൂട്ടഡ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. പിന്നെ പാലക്കാടൻ ഭാഷ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഒരു സാങ്കല്പിക ഗ്രാമത്തിലെ ആൾക്കാരാണ്, അവർ സംസാരിക്കുന്നത് അധികം പാലക്കാടൻ ഭാഷയാണ്. അത് എനിക്ക് പെട്ടെന്ന് വർക്കായി, കാരണം ഞാൻ ഒരു പാലക്കാട്ടുകാരനായതുകൊണ്ടും വളരെയധികം വർക്കായി. പിന്നെ എനിക്ക് രാജേഷ് മാധവൻ എടുത്തു പറയേണ്ടതുള്ളത്, ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഇങ്ങനെ ഇത്രയും പുതുമുഖങ്ങളെ വെച്ച് അതിൽ എനിക്ക് സുപരിചിതമായത് എന്ന് പറഞ്ഞാൽ പാലക്കാട്ടിലെ തന്നെ റൈന രാധാകൃഷ്ണൻ എന്ന് പറയുന്നതാണ് ഫീമെയിൽ ലീഡ് ചെയ്തിരിക്കുന്ന ഒരു പുള്ളിയാണ്. ചാരു എന്നുള്ള ക്യാരക്ടർ നല്ല മനോഹരമായിട്ട് തന്നെ ചെയ്തു. സ്ക്രീൻ ടൈം കുറവാണെങ്കിൽ പോലും ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. കാരണം ത്രൂ ഔട്ടിൽ ആ സിനിമയിലൊന്ന് എടുത്ത് അറിയുന്ന ഒരു മുഖം റൈനയുടേതായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഈ സിനിമ കാണാനായിട്ടും തോന്നിയത്. നമുക്കൊരു അഭിമാനം കൂടിയാണ് റൈന രാധാകൃഷ്ണൻ എന്ന് പറയുന്ന നടി. അങ്ങനെ നമ്മൾ ഈ സിനിമ കണ്ടു. രാജേഷ് മാധവനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത്രയും ഡയറിംഗ് ആയിട്ട് ഒരു അറ്റംപ്റ്റ്, ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ്, അത് ഭയങ്കര യുണീക്കായിട്ട് തന്നെ വിഷ്വലൈസ് ചെയ്ത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. നല്ലൊരു വിഷ്വലി അടിപൊളിയായിരുന്നു സിനിമ. ആക്ച്വലി നല്ല രീതിയിൽ ആസ്വദിച്ച് കാണാൻ പറ്റുന്ന ഒരു നല്ലൊരു കോമഡി മൂവി തന്നെയാണ് ഇത്. നമ്മൾ കുറേ സിനിമകളുമായിട്ട് സാമ്യത തോന്നിക്കും. കാരണം എനിക്ക് സൂ ഫ്രം സോ ഒക്കെ ഓർമ്മ വന്നു. കാരണം ഒരു ഗ്രാമത്തിലെ ഒരു രസകരമായ കുറേ കാര്യങ്ങൾ ഇങ്ങനെ നടന്നു പോവുക, അത്യാവശ്യം ചിരിപ്പിച്ചുകൊണ്ടും ചിന്തിപ്പിക്കാനും കൂടെ ഉള്ള ശരിക്കും ഒരു സോഷ്യൽ സറ്റയർ എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൽ നാട്ടുകാരൊക്കെ കാണിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വളരെ റിലേറ്റഡ് ആണ്. ഇവിടെയും നമ്മുടെ ഗ്രാമങ്ങളിലും നാട്ടിൻപുറങ്ങളിലൊക്കെ കുറേ ഇങ്ങനത്തെ ആളുകളുണ്ട്. ചെറിയ കാര്യങ്ങൾ വലുതാക്കുക, എന്താണെന്നറിയാതെ തന്നെ അവരായിട്ട് തന്നെ ഒരു തീരുമാനമെടുത്ത് ഇത് തന്നെയാണ് എൻ്റെ തീരുമാനം എന്നുള്ള രീതി പറയുക. അങ്ങനെ കുറേ കാര്യങ്ങൾ ഈ സിനിമയ്ക്ക് പോകുന്നുണ്ട്. അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം, നായിക്ക് സൗണ്ട് കൊടുത്തിരിക്കുന്നത് ടോവിനോയാണ്. അത് നല്ല രസമുണ്ടായിരുന്നു. എന്തായാലും ആ പ്രസൻറ്റേഷൻ ചെയ്യാൻ കാണിച്ച ഒരു രീതിയും കാര്യങ്ങളും വിഷ്വലി നല്ല ഇമ്പാക്റ്റ് ഉള്ള ഒരു സിനിമയാണ്. അപ്പം ഇത്തരം സിനിമകൾ, വേറിട്ട സിനിമകൾ തീർച്ചയായും നമ്മൾ തിയേറ്ററിൽ പോയി സപ്പോർട്ട് ചെയ്യേണ്ട ഒരു സിനിമകളാണ്. അത് വെയിറ്റ് ചെയ്യാതെ, OTTക്ക് വേണ്ടി കാത്തിരിക്കാതെ, സാഹചര്യങ്ങൾ ചിലപ്പോൾ ഉണ്ടാകാം, മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ഈ സിനിമ കാണാൻ ശ്രമിക്കുക. നല്ലൊരു പടമായിട്ടാണ് എനിക്ക് ഈ പെണ്ണും പൊറാട്ടും തോന്നിയത്. തീർച്ചയായിട്ടും കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.